ഹലോ, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എണ്ണ ചേർക്കാതെ ഒരു ചിക്കൻ കറി എങ്ങനെ വയ്ക്കാമെന്ന് ഇന്ന് നോക്കാം. എണ്ണയൊന്നും ചേർക്കാതെ വയ്ക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കന് മൺചട്ടിയിലാണ് വെക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് നമുക്ക് ആദ്യം ഒരല്പം മഞ്ഞളും മുളക് പൊടിയും തിരുമ്മി വെക്കാം. അല്പം ഉപ്പ് ഇട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തിരുമ്മി വയ്ക്കാം. ഇതൊരല്പസമയം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമായി. അതിനൊരല്പം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. എല്ലാം ആദ്യം ചേർക്കുക. എണ്ണയ്ക്കകത്താണ് സാധാരണ കറിവേപ്പിലയൊക്കെ ചേർക്കണേ. ഇത് കറിവേപ്പില ഒന്നും എണ്ണ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സബോള, കൊച്ചുള്ളിയാണ് ടേസ്റ്റിന് വേണ്ടി. പച്ചമുളക് ഇല്ല, അപ്പോൾ ഞാൻ 2 വെള്ളക്കാന്താരി മുളക് ഇവിടെ ഇട്ടേക്കുക, ഒരു ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരല്പം കുരുമുളക് പൊടി, എല്ലാം ചേർത്ത്. വേണമെങ്കിൽ നമുക്കിനി ഉപ്പും കുരുമുളകും ഒക്കെ എരിവ് പോരെങ്കിൽ വീണ്ടും അവസാനം ചേർക്കാം. ഞാൻ തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പം ഇനി ചേർക്കാനുള്ളത് ഗരം മസാലയും ചിക്കൻ മസാലയാണ്. അത് 2 അടുപ്പിൽ വെച്ചു. അവിടെ ഇളക്കിയില്ല, നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ മസാലയും കൂടെ ചേർക്കുകയും ചെയ്യാം. ഇത്രയും കഷ്ണമല്ലേ ഉള്ളൂ. ഒരു 3/4 സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കും. ഈ മുളക് പൊടി എണ്ണയില്ലാതെ ചീനിച്ചട്ടിക്കകത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് ചേർക്കുക. ഇത് ഞാൻ തന്നെ ചൂടാക്കി പൊടിച്ചതായതുകൊണ്ടാണ് നേരെ ഇതിനകത്തേക്ക് ഇടുന്നത്. അതല്ലെങ്കിൽ നമുക്കത് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് ചീനിച്ചട്ടിക്കകത്ത് എണ്ണയില്ലാതെ അതിനകത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. ഇനി വെള്ളം വരുന്നതനുസരിച്ച് പറ്റിപ്പോയി നല്ല ഗ്രേവിയൊന്നും ഇല്ലാതെ, അല്ല ചാറൊന്നും ഇല്ലാതെ നമുക്ക് കറി വെച്ച് വാങ്ങാം. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കും. ഇനി നമുക്ക് വേവട്ടെ, വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവി കയറി ഒന്നും ആയില്ല. ഉരുണ്ട് വരുന്നതേ ഉള്ളൂ. നമ്മുടെ കറി നന്നായിട്ട് വെള്ളം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് മുറിഞ്ഞു പോരും, അതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അധികം ചാറാക്കുന്നില്ല. തീ ഓഫാക്കി വയ്ക്കാം. ഇനി ചാറ് വല്ലതും കൂട്ടണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് പയ്യെ തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. അതും കൂടെ ഒരു അല്പം ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ വേറുള്ള കറി വെച്ചിട്ട് അവസാനം കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് കറി എടുക്കുന്നതിനെക്കാട്ടിലും എണ്ണ ഇല്ലാതെ കൂട്ടാനായിട്ടുള്ളവർക്ക് പ്രത്യേകമായിട്ട് ഇച്ചിരി അങ്ങോട്ട് വെച്ചാൽ കുറച്ച് വെച്ചാൽ മതി. ഇച്ചിരി ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. മൺചട്ടിക്കകത്താകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാ കറിയും വെക്കുന്ന കൂടെ എടുത്തിട്ട് കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് എണ്ണ ചേർക്കുന്നതിന് മുമ്പ് എടുത്താൽ കറിക്ക് ഇത്രയും രുചി വരികയില്ല. സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. തീ ഓഫ് ആക്കാൻ പോവാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.